സേഫ്റ്റി എന്ന് പറയുന്ന ആരുടെയും നക്കാപ്പിച്ചല്ല, നമുക്ക് വേണ്ട കാര്യം. അപ്പോൾ പക്ഷേ YEV എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എനിക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ്റെ ഒരു ആർക്കിടെക്ചർ മികവെന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് EV ആണ്. നമ്മുടെ ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിട്ട് പല കാലഘട്ടത്തിലും പല രീതിയിലുള്ള കൺസ്യൂമർ ചേഞ്ച് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ച് ഒത്തിരി അധികം വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അതിനൊരു ഫസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഡിമോണിറ്റൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ഇന്ത്യയാണ് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് നടക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലിലേക്ക് തന്നെ നമ്മൾ ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ചേഞ്ച് നടന്നൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോവിഡ് കാലങ്ങളിൽ. നിങ്ങളെല്ലാം ഓർക്കുന്നത് കാണുമല്ലോ അല്ലേ? അതിന് മുമ്പ് വരെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു സിസ്റ്റം അതെന്താണെന്നുള്ളതൊന്നും ആർക്കും അറിയത്ത് പോലും ഇല്ലായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന മെയിൻ ഒരു ചേഞ്ചാണ് ഈ പറയുന്ന പോലെ ആൾക്കാർ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടുതലധികം കമ്പനീസും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും ഒക്കെ അഡാപ്റ്റഡ് ആവാൻ തുടങ്ങി. മൂന്നെന്ന് പറഞ്ഞാൽ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ നമ്മുടെ വെസ്റ്റും അതുപോലെ തന്നെ ഏഷ്യയും തമ്മിലുള്ള ഒരു വാറും അല്ലെങ്കിൽ ഒരു ക്രൈസിസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം വലിയൊരു കൺസ്യൂമർ ചേഞ്ച് അല്ലെങ്കിൽ വലിയൊരു പാറ്റേണിൻ്റെ അകത്തൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇത്രയും കഥ പറഞ്ഞ് വന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് EV അഡാപ്റ്റേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വളരെയധികം ഈ ഒരു കോൺഫ്ലിക്റ്റ് വന്നതിന് ശേഷം ഉണ്ടായി. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അതായത് പെട്രോളിൻ്റെ ഒക്കെ വില നമ്മൾ കണ്ടു കാണുമല്ലോ അല്ലേ? എന്ത് രീതിയിലാണ് നമ്മൾ ഹയർ ആയിട്ട് പോകുന്നത്. ഇപ്പോൾ 8 കിലോമീറ്റർ 10 കിലോമീറ്റർ ഉള്ളൊരു വണ്ടി വെച്ച് നമ്മൾ റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അടിപൊളി സൊല്യൂഷനായിട്ടാണ് ഇന്ന് ടാറ്റ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടേക്കുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന അവൻ്റെ ഏറ്റവും പുതിയ CR EV ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, കാരണം ഇപ്പോൾ തിരക്കൊക്കെ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കൂടെ കൂടിക്കോ. വെൽക്കം ടു ഡോക്ടർ ഡ്രൈവ്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ YEV എന്നുള്ളതല്ല, വിച്ച് EV എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രോപ്പർ ഉത്തരം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ CR EV. അപ്പോൾ പക്ഷേ YEV എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒരു 4 കൊല്ലം മുമ്പ് എനിക്ക് തന്നെ പേഴ്സണലി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് ആദ്യകാലത്ത് ഞാൻ നെക്സോൺ EV എന്ന് പറഞ്ഞൊരു വെഹിക്കിളാണ് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നൊരു EV എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മോശം പറയുന്നതല്ല, എന്നാലും ടെക്നോളജി അഡാപ്റ്റഡ് ആയിട്ട് വന്ന സമയമാണ്. അന്ന് ഞാൻ റിവ്യൂവിനെടുത്ത സമയത്ത് ഒരു അരമണിക്കൂറും കൊണ്ട് അതിൻ്റെ ചാർജ് 90% നിന്നിട്ട് 10-15% നമ്മളൊരു 3/4 മണിക്കൂർ കുറച്ച് റേഞ്ച് ടെസ്റ്റും ഒക്കെ നടത്തിയപ്പം അന്നത്തോടുകൂടി EVയോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഐസ് വെഹിക്കിൾസിൻ്റെ ഒരു ഹ്യൂജ് ഫാനായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ടാറ്റയുടെ ഏറ്റവും പുതിയ ടിയാഗോ EV അല്ലെങ്കിൽ പഞ്ച് EV അങ്ങനത്തെ, അതായത് ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ റീസെൻറ്റ് മോഡലുകൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്. അന്നേരമാണ് ഈ ഒരു ടെക്നോളജി എത്രമാത്രം അതിൻ്റെ ഒരു പീക്കിലെത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു മോഡലാണ് ടാറ്റയുടെ CR EV എന്ന് പറയുന്നത്. ഐ എം സോ മച്ച് ഹാപ്പി റൈറ്റ് നൗ. അതായത് ശരിക്കും ടാറ്റനെ സംബന്ധിച്ചിട്ട് അവർക്ക് 10 ലക്ഷത്തിന് അണ്ടറിൽ ഏറ്റവും ഒരു ബെസ്റ്റ് കാറാണ് ടിയാഗോ EV എന്ന് പറയുന്നത്. 15 ലക്ഷത്തിന് അണ്ടറിൽ ഐ വിൽ റെക്കമെൻഡ് 12 ലക്ഷത്തിന് അണ്ടറിൽ ഐ വിൽ റെക്കമെൻഡ് പഞ്ച് EV ആൻഡ് കറൻ്റ്ലി 20 ലക്ഷത്തിന് അണ്ടറിൽ ഐ എം ഗോൺ റെക്കമെൻഡ് CR EV. ഏതൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും പുതിയൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും ഡോൺ ഗോ ഫോർ ആൻ ഐസ്. ഐ എം നോട്ട് എ ഫാൻ ഓഫ് ഐസ്. നിങ്ങളാണെങ്കിലും ഈ ഒരു വണ്ടി ഒരു 10-20 കിലോമീറ്റർ ഒക്കെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ഓൾസോ ബിക്കം എ ഫാൻ. അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു മോഡലാണ്. അതിന് കുറേയധികം കാരണങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഇവൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ്. CR ഇത്തവണ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പെട്രോൾ ഡീസൽ വേരിയൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ഡിസൈന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു LED ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഫുള്ള് ക്ലോസ്ഡാണ്. കാരണം എന്താ, ഇതായതുകൊണ്ട് നമുക്ക് വേറെ എയർ സക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 360 ഡിഗ്രി ക്യാമറയല്ല, 540 ഡിഗ്രി ക്യാമറയാണ്. നമ്മൾ ഹാരിയറിൻ്റെ അതൊക്കെ കണ്ട പോലെ അതിൻ്റെ ഒരു ക്യാമറ ഫ്രണ്ടിൽ വരുന്നുണ്ട്. താഴെയാണെങ്കിലും ഇവിടെ നമ്മൾ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള വെൻസ് കൊടുത്തിട്ടുണ്ട്, മുകളിൽ കൊടുത്തിട്ടില്ല. ഇതാണ് കഴിഞ്ഞ തവണ എനിക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞ പോലെ ഇതാണ് ഇവൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത്. ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. ഇവിടെ 2 ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതിന് 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിന് വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈസിങ്ങിൽ തന്നെ തുടങ്ങാം. 18.79 ലാക്സിനാണ് കമ്പനി ഇവനെ ലോഞ്ച് ചെയ്തേക്കുന്നത്. ആ മോഡൽ തന്നെ കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ചാ. 18 ഇഞ്ച് അലോയ് വീൽസ് കംപ്ലീറ്റ്ലി, അതായത് ആൻഡ്രോയിഡ് ഓട്ടോ മറ്റേ സ്ക്രീൻ എല്ലാം ഉള്ള, ഞാനത് ഓർക്കുന്നില്ല, അടുത്ത ദിവസം ഡ്രൈവിന് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. കംപ്ലീറ്റ്ലി ഫീച്ചർ ലോഡർ ആയിട്ടുള്ളൊരു മോഡലാണ് 18.79 ടാറ്റ ലോഞ്ച് ചെയ്തേക്കുന്നത്. വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ 2 ബാറ്ററി പാക്കിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഒന്ന് നമ്മുടെ 75 kWh അതുപോലെ തന്നെ നമ്മുടെ 63 kWh. 75-ന് ടാറ്റ പറയുന്ന റേഞ്ച്, അതായത് MIDC റേഞ്ച് ആയിട്ട് 660 കിലോമീറ്ററാണ്. യൂഷ്വലി ഏതൊരു കമ്പനി ആണെങ്കിൽ ആ ഒരു ക്ലെയിം വെച്ചിട്ടായിരിക്കണം മാർക്കറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ദേ ആർ ഓൾവേസ് ഡൂയിങ് ദ C75 റേഞ്ച്, അതായത് റിയൽ വേൾഡ് ഡാറ്റയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഇവർ പറയുന്നത് 530-550 കിലോമീറ്ററോളം ഇതിന് റേഞ്ച് കിട്ടുന്നതാണ് പറയുന്നത്, അതായത് 75 kWh. ഇനി അതും വേണ്ട, നമ്മുടെ 63 kWh ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 460 റിയൽ വേൾഡിൽ പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത്. മറ്റേ അവൻ പറഞ്ഞ പോലെ അത് ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇതിന് 120 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 15 മിനിറ്റും കൊണ്ട്
നമുക്ക് 250 കിലോമീറ്ററിന് മുകളിൽ റൺ ചെയ്യാനുള്ള റേഞ്ച് കയറും. അതല്ല 10 to 80% ആണെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ വിത്തിൻ 26 മിനിറ്റ്സ്, 26 മിനിറ്റ് കൊണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ബാറ്ററി പാക്ക് വരുന്നുണ്ട്, അതായത് വലിയ ബാറ്ററി പാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നതാണ് ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രണ്ട് വലിയൊരു പ്രോബ്ലത്തിനുള്ള ഉത്തരവാണ് ടാറ്റ തന്നേക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ടാറ്റയുടെ എല്ലാ വെഹിക്കിൾസും ഇപ്പോൾ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയാണ് ഓഫർ ചെയ്യുന്നത്. ടിയാഗോ തൊട്ട് അവരുടെ ഹാരിയർ റിവിക്ക് വരെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ ഒരു സേഫ്റ്റി, എൻ്റെ പൊന്നെ രോമം എണീറ്റ് നിന്നെന്ന് പറഞ്ഞു. അഖിലെ ആ സിനിമ ഡയലോഗ് ഇടണം കേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ആ ഒരു സെയിം സ്റ്റൈലിലായിരുന്നു ഇന്ന് ആ ഒരു ലോഞ്ചിൽ സംഭവിച്ചത്. നമ്മളിങ്ങനെ ആ വണ്ടി നേരെ പോവാണേ. അപ്പോൾ ഇവൻ്റെ അഡാസ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതിൻ്റെ അഡാസ് വരുന്നത് ലെവൽ 2 അഡാസിൻ്റെ ലെവൽ L2+ എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് അഡാസ് എന്നാണ് അവർ അത്ര കോൺഫിഡൻ്റ്ലി പറയുന്നത്. ആ ഒരു അഡാസ് സിസ്റ്റം ശരിക്കും ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നു, പുറകെ ഈ വണ്ടി ചെന്ന് ബ്രേക്ക് പിടിച്ച് നിൽക്കുക, അഡാസ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓർത്ത് ഓക്കെ ഇത്തവണത്തെ ടാറ്റയുടെ സേഫ്റ്റി ടെസ്റ്റ് അങ്ങനെ ആയിരിക്കുമല്ലോ എന്നത്. പെട്ടെന്ന് പുറകിൽ നിന്ന് വന്നൊരു ലോറി വന്നിടിച്ചു. അതായത് നമ്മുടെ വണ്ടി നമുക്ക് ശരിക്കും സംഭവിക്കുന്നതായിരുന്നു. നമ്മുടെ വണ്ടി സേഫ് ആണെങ്കിലും നമ്മൾക്ക് പുറകിൽ വന്നാണ് പണി കിട്ടാറുള്ളത്. അപ്പോൾ അത് വളരെയധികം റിലവൻ്റ് ആയിട്ട് ടാറ്റ അത് കാണിച്ചു തന്നു. നമുക്കൊക്കെ ഭയങ്കര അധികം സന്തോഷം തരുന്നൊരു കാര്യം. അതായത് സേഫ്റ്റി എന്ന് പറയുന്ന ആരുടെയും നക്കാപ്പിച്ചല്ല, നമുക്ക് വേണ്ട കാര്യം. പുറത്ത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എങ്ങനെയാണ്, നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് ഇത്രയും കാലങ്ങളായിട്ട് പാട്ട വണ്ടികൾ തന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? യു ജസ്റ്റ് തിങ്ക് ഇറ്റ്, അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ടാറ്റ ഓഫർ ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ക്വാഡ് വീൽ ഡ്രൈവ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്രണ്ടിലും ഇത് വരുന്നുണ്ട്, ബാക്കിലും വരുന്നുണ്ട്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ആർക്കിടെക്ചർ ഞാൻ കാണിച്ചു തരാം. അതിൽ അങ്ങോട്ടൊന്ന് കാണിച്ചിട്ട് അവിടെ ഒരു വണ്ടി തൂക്കിയിട്ടേക്കുന്നുണ്ടോ? എന്ത് പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കയറുമ്പോൾ കാണാം. ഇനി ഞാൻ എൻ്റെ ബാക്ക് സീറ്റും ഡിക്കിയും കൂടെ ഒന്ന് കാണിച്ചിട്ട്, ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞ് മടുപ്പിക്കണ്ടല്ലോ, ബാക്ക് ഇതോടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പോവാം. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഡോസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന പോലെ തന്നെ നോർമലി നമ്മൾ സിയാറയ്ക്കകത്ത് കണ്ട ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വേണ്ട ഒരു പോയിന്റ് ഓഫ് വ്യൂ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൗ നമ്മൾ നോർമലി എൻ്റെ മുന്നോ ഇത്രയും നേരം നിന്നിട്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്ത് സുഖമാണെന്നറിയാമോ? വളരെയധികം തൈ സപ്പോർട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ്സിൻ്റെ ഡിസൈനിങ് പോയിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിയാറയുടെ ഒരു ഡിസൈൻ മികവെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്പേഷ്യസ് എന്നുള്ളൊരു സ്റ്റൈലിലാണല്ലോ ഇവൻ പോയേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും വളരെയധികം കംഫർട്ടബിളായിട്ട് നമ്മളൊരു SUV അതായത് വളരെ ഹൈറ്റി പൊസിഷനിൽ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. നമുക്ക് നല്ല പാനറോമിക് ആയിട്ടുള്ളൊരു സൺറൂഫ് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്, നോർമൽ വരുന്നുണ്ട്, ഡ്യുവൽ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ ഈ സീറ്റ്സിൻ്റെ കളർ തീം ഇപ്പോൾ 1, 2, 3 കളർ തീംസിൽ അവൈലബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. സൺഷെയ്ഡ് വരുന്നുണ്ട്, JBL ഡോൾബി അറ്റ്മോസ് സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. അത് മാത്രമല്ല അവിടെ ഒരു സൗണ്ട് ബാറും കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ഹൈറ്റിലേക്ക് കയറുന്ന രീതിയിൽ തന്നെയാണ് നമ്മളൊരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഡോസിൻ്റെ കണ്ടോ, അത്രയും ഞാൻ വലിച്ചടച്ചിട്ട് പോലും അവൻ ആ ഒരു സോഫ്റ്റായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് ഇവൻ്റെ ചാർജിങ് സോക്കറ്റ്സ് വരുന്നത്. ഇവിടെ ഒരു കളർ തീം കൊടുത്തിട്ടുണ്ട്, അതായത് ഇപ്പം പച്ച കത്തുവാണെങ്കിൽ ചാർജ് കയറുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഓരോരോ ഒരു ഇൻഡിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് ഇലക്ട്രോണിക് ആയിട്ട് തന്നെയാണ് അവൻ ഓപ്പൺ ആവുന്നത്. 660 ലിറ്ററാണ് കേട്ടോ ഇവൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റിയൽ വേൾഡ് സിനാരി ടാറ്റ ഇപ്പോൾ കാണിച്ചു തന്നു. ഏകദേശം എത്രയായിരുന്നേ 60 ബാഗോ എത്ര ബാഗ് 26 മറ്റേ വലിയ ലഗേജ് ബാഗ്സും ഒക്കെ വെച്ചിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഇവനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ബാക്കി ഒരു പെർസ്പെക്റ്റീവും കൂടെ പറഞ്ഞുതരാം. സീറ്റ്സിനാണെങ്കിലും എക്സ്ട്രാ സപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെന്റിലേറ്റഡ് സീറ്റ്സാണ് വരുന്നത്. നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റൈലിലുള്ള ഡോർ പാർട്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവൻ്റെ ഇൻറ്റീരിയറിലേക്കൊന്ന്, ഇതാണ് ഇവൻ്റെ കീ വരുന്നത്. ഇതിൻ്റെ അകത്തൊരു സമ്മൻ മോഡ് നമ്മൾ ഹാരിയർ റിവിക്കകത്ത് കണ്ടോ. അടുത്ത ദിവസം നമ്മൾ കോയമ്പത്തൂരാണ് ഇതിൻ്റെ മീഡിയ ഡ്രൈവ് നടക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. സമ്മൻ മോഡ് വരുന്നുണ്ട്. എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ ടെസ്ല വരുന്ന പോലെ വണ്ടി ഇങ്ങോട്ട് വന്നോളും. ഓഫ് കോഴ്സ് സിയാറയുടെ ഹൈലൈറ്റ്, അതായത് 3 സ്ക്രീൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇവർക്ക് കാണാമെന്നുള്ള രീതിയിൽ എൻ്റർടൈൻമെൻറ്റ്സ് ത്രൂ ഔട്ട് വരുന്നുണ്ട്. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു സൗണ്ട് ബാർ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 360 ഡിഗ്രി അല്ല 540 എന്നാണ് അവർ കാണിച്ചത്. കണ്ടോ, അടിയും കൂടെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ 360 എന്നാണ് എഴുതിയേക്കുന്നത്. അത് ടാറ്റയുടെ അടുത്ത് നമുക്ക് പറയണം കേട്ടോ. ഇതൊക്കെ നോക്കണ്ടേ, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 ബാറ്ററി പാക്സിൽ അവൈലബിൾ ആണ്. ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി തരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് ആണ്. ആ 18.79 എന്നൊക്കെ പറയുന്നത് നമുക്ക് 20 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ നമുക്ക് ഓൺ റോഡ് കിട്ടും. അതിലും കൂടുതൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. 10,450 കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ച് പറയുന്നുണ്ട്. അതായത് 63 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് വരുന്നത്. 63 കിലോ KWHൻ്റെ അത് നമുക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട കാര്യമില്ല, എല്ലാം കംപ്ലീറ്റ്ലി കിട്ടുന്നുണ്ട്. അപ്പോൾ ടാറ്റ പറഞ്ഞത് ഇപ്പോൾ 3X ആണ് ബുക്കിംഗ് വരുന്നത്. 5GB ഒക്കെ ഡിമാൻഡ്, ഭയങ്കര ഡിമാൻഡാണ്, വണ്ടി കിട്ടത്തില്ല. ഞാൻ ഫാദറിന് എടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയാം 4 മാസം ബുക്കിംഗ് ഉണ്ടെന്ന്. ഇത്രയധികം 5GB പ്രൊമോട്ട് ചെയ്ത് എൻ്റെ അടുത്ത് 4 മാസം ബുക്കിംഗ് ഉണ്ടെന്ന്. വിളിക്കട്ടെ MDനെ എന്ന് പറഞ്ഞാലായിപ്പോയി. അപ്പോൾ അതൊന്നും ഭയങ്കര നല്ല വണ്ടിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയ്ക്ക് കണ്ടാൽ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ
പെട്രോൾ ഡീസൽ വണ്ടികൾ ഞാനൊരു ഭയങ്കര enthusiast ആണ്. പുതിയ വണ്ടിക്കൊന്നും ഒരു ലൈഫില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് ഇല്ല, എഫിഷ്യൻസി ഇല്ല, മൈലേജ് ഇല്ല. അത് ഈ എമിഷൻ നോംസും നമ്മുടെ ഗവൺമെന്റിന്റെ ഒക്കെ കുറെ കോൺസെപ്റ്റ് കൊണ്ടാണ്. അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന ഇതെന്ന് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് 0 to 100 5.8 സെക്കൻഡ്സ്. ആ 5.8 സെക്കൻഡ്സിൽ ഇവൻ 100 കിലോമീറ്റർ സ്പീഡ് എത്തും. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ക്വാഡ് വീൽ ഡ്രൈവ് ആണ്. താഴെ ഒരു ബാക്കിൽ ഒരു മോട്ടോർ വരുന്നുണ്ട്, ഫ്രണ്ടിൽ വലിയൊരു മോട്ടോർ വരുന്നുണ്ട്. അതിന്റെ കറക്റ്റ് പവർ ഫിഗേഴ്സ് ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിച്ചു തരാം. കാരണം ഞാൻ കൂടുതലും ഇപ്പോൾ ആപ്പിളൊക്കെ പറയുന്ന പോലെ എഫിഷ്യൻസിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്പേഴ്സിനേക്കാളും കൂടുതൽ. 5.8 സെക്കൻഡ്സ് കൊണ്ട് 0 to 100 എത്തും. ക്വാഡ് വീൽ ഡ്രൈവ് ആണ്. 18.79 to 24 പോയിന്റ് സംതിങ് ആണ്. ക്വാഡ് വീൽ വരണമെങ്കിൽ 1.2 lakhs കൂടെ കൂടുതൽ കൊടുക്കണം. പ്രൈസിങ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാറ്റ. ഇഷ്ടംപോലെ മോഡ്സ് ഉണ്ട്, പവർ മോഡ് ഉണ്ട്. ജൂലൈ 15 തൊട്ട് നിങ്ങൾക്ക് ഇപ്പം ബുക്കിംഗ് ഓപ്പൺ ആണ്. ജൂലൈ 15 തൊട്ട് ഡെലിവറി കിട്ടും. എൻ്റെ 1-2 ഫ്രണ്ട്സ് മിക്കവാറും ഇത് ബുക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അവരിതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഈ വണ്ടിക്ക് വേണ്ടിയിട്ട്. കാരണം സ്പേഷ്യസ് ആണ്, കോമ്പറ്റീഷൻ ഒന്നും ഇല്ല ഇതിന്. ഏത് കോമ്പറ്റീഷൻ ഉള്ളത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് EV ആണ്, ബിൽഡ് ചെയ്തിട്ടുള്ള EV ആണ് CR-iV എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ. സേഫ്റ്റി എനിക്ക് ടാറ്റയുടെ ഇത്ര ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ ഈ മറ്റേ വണ്ടി യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ, അതായത് ഇവരുടെ EV യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെയാണ് എനിക്ക് ഇതിനോടൊരു പ്രിയം വരാൻ തുടങ്ങിയത്. കാരണം നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കണം, അപ്പോൾ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവത്തുള്ളൂ. പാഡൽ ഷിഫ്റ്റേഴ്സ് ഓഫ് കോഴ്സ് ഇത് റീജിയന് വേണ്ടിയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഹുഡും കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം, ടങ് കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അവിടെ ഒരു 50 ലിറ്ററിൻ്റെ സ്പേസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് പീസുകൾ പോകുന്നതും കൂടെ കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതാണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു ഹുഡാണ് വന്നേക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞൊരു ട്രങ്ക് സ്പേസ്. ഇത് വലുതാണല്ലോ, ഇത് നോക്കി. എൻ്റെ മോനെ 55 ലിറ്ററിൻ്റെ ഒരു ബാഗ് കയറും അല്ലേ? 55 ലിറ്ററിൻ്റെ 2-3 ബാഗ് കയറും. 55 ലിറ്ററിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ശരിക്കും ആ വീഡിയോ എന്താണെങ്കിലും അതിൽ ആഡ് ചെയ്തില്ല അവനെ ഞാൻ കൊല്ലും. അത് എവിടെ നിന്നാന്ന് വെച്ചാൽ അവനത് ആഡ് ചെയ്ത് തരും. നമ്മുടെ പല കളേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഇത് പക്ഷേ ഫുൾ ഓപ്ഷനിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. അവിടെ ഒരു ബ്ലൂ കിടപ്പുണ്ട്, മഞ്ഞൊന്നും വേണ്ട, നമ്മൾ ഈ ഒരു കളറിൽ ഏതെങ്കിലും എടുത്താൽ മതി. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത് ഇവൻ്റെ ഒരു ആർക്കിടെക്ചർ മികവെന്ന് പറയുന്നത്. എന്ത് രസമായിട്ടാണ് ഇവൻ ഇത്തവണ ബിൽഡ് ചെയ്ത് നോക്കുന്നത്. എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു മികവ് നോക്കി. കണ്ടേ, ഫ്രണ്ടിൽ നമ്മുടെ വലിയൊരു മോട്ടോർ വരുന്നുണ്ട്, മിഡിലിൽ നമ്മുടെ ബാറ്ററി പാക്ക് എന്ത് പ്രോപ്പർലി പ്ലേസ്ഡ് ആണെന്ന് നോക്കുക. നമ്മൾ ബാക്കിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും സീറ്റൊക്കെ ആയിട്ട് മുകളിൽ കൂടെ പോകുന്നു. നമ്മൾ ബാക്കിലായിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെയാണ് ഒരു ചെറിയ റിയർ മോട്ടോർ വരുന്നത്. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡാപ്റ്റീവ് സസ്പെൻഷൻസ് ആണ്, ഫ്രീക്വൻസി അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് ആണ്. ഒരു സാധനം കൂടെ അവൾ നിങ്ങളോട് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അതായത് ശരിക്കും ഇതൊക്കെയാണ് തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പല നാഷണൽ പാർക്കുകളിലും ഉള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പെട്രോൾ ഡീസൽ എഞ്ചിൻ. ഈ വാച്ച് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്താൽ മതി. ഒറിജിനൽ അല്ല, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് മേടിക്കാം. ഒറിജിനലിന് 10-15 രൂപയാണ് വിഷയം, പക്ഷേ ഡൂപ്പിന് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡൂപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞൊരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഇതൊരു സഫാരി വെഹിക്കിളാണ് ഈ കൊടുത്തേക്കുന്നത്. അത് താണ്ട് EV ആയതുകൊണ്ട് തന്നെ വേറെ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കണം. അപ്പോൾ അവൾ മുകളിൽ കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത വണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പിഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എക്സ്ട്രാ ആക്സറി ആയിട്ടാണ് കേട്ടോ. ഇത് അവർ സ്പെഷ്യലായിട്ട് ടാറ്റ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. റെസ്പെക്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതെന്താണല്ലോ ഒരു വ്ളോഗ് സ്റ്റൈൽ ആക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.